27-ാം സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ ദാവീദ് പറയാണ്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ കർത്താവ് തരുന്ന ആലോചന അതാണ്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നിട്ട് നമ്മുടെ കൂടെ ആരുമില്ല, നമ്മളെ സഹായിക്കാൻ ആരും കാണുകയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ ഞെരുക്കുമ്പോൾ, വിഷാദങ്ങളിലേക്ക്, ഡിപ്രഷനുകളിലേക്ക് പിശാച് തിരിക്കാൻ നോക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം നമ്മുടെ അടുക്കിലേക്ക് ദൈവം കൊണ്ടു തന്നിട്ട് പറയുകയാണ് 27-14 വാക്യത്തിൽ, യഹോവയിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവയിൽ പ്രത്യാശ വെക്കുക. ഹല്ലേലൂയ. ദൈവം തരുന്ന ഒരു വചനത്താലാണ് നമ്മൾ ബലം ഏറ്റെടുക്കുന്നത്. നമ്മുടെ കാലുകൾക്ക്, നമ്മുടെ കൈകൾക്ക്, നമ്മുടെ മനസ്സിന്, ശരീരത്തിലാകട്ടെ മനസ്സിനാകട്ടെ, നമുക്ക് ബലം തരുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവമക്കളുടെ കാര്യം പറഞ്ഞു, ഈ വചനം കേൾക്കുന്നവരുടെ കാര്യം പറഞ്ഞു. നമുക്ക് ബലം തരുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. അപ്പം എല്ലാവരും നമ്മളെ വിട്ടുപോയി. ദാവീദിന്റെ സങ്കീർത്തനത്തിലെ ആ 10-ാമത്തെ വാക്യം എഴുതിയിട്ടുണ്ട്, 27-10. എൻ്റെ അപ്പനും അമ്മയും കൂടെ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. അപ്പൊ എല്ലാ ആളുകളും മാറി, എൻ്റെ മനസ്സും എന്നോട് പറയുന്നു, നീ വിഷാദിക്കുകയാണല്ലോ, നിനക്ക് ഭയങ്കര വിഷാദവും വിഷമവും ഉണ്ടല്ലോ, വേദനയുണ്ടല്ലോ എന്ന് പറയുമ്പോൾ തിരിച്ചു വന്നിട്ട് പറയുകയാണ്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഹല്ലേലൂയ. അപ്പൊ ആരുമില്ലെങ്കിലും ഞാൻ ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടുന്നില്ല, ഞാൻ ഭാരപ്പെടുന്നില്ല. യഹോവയാണ് എൻ്റെ വെളിച്ചം, യഹോവയാണ് എനിക്ക് വഴി കാണിച്ചു തരുന്നത്. എനിക്ക് ചുറ്റും അന്ധകാരം നിൽക്കുക, അല്ലെങ്കിൽ ഞാൻ മുമ്പോട്ട് പോകാതെ വണ്ണം കൂരിട്ട് മുമ്പിൽ നിൽക്കുക. എന്നാൽ ദൈവം എൻ്റെ കൂടെ വെളിച്ചമായി നിൽക്കുമ്പോൾ ഞാൻ അങ്ങ് നടന്നാൽ മതി, നടക്കുന്നതിനനുസരിച്ച് വെളിച്ചം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. വെളിച്ചമുണ്ടെങ്കിൽ ഇരുള് തന്നെ മാറിക്കോളും. ഹല്ലേലൂയ. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ലെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാണ്, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അപ്പൊ എത്ര പൈശാചിക ശക്തികൾ നിങ്ങളെ ഒതുക്കിക്കളയാനും നിരാശപ്പെടുത്താനും വിഷാദങ്ങളിലേക്ക് തള്ളാനും ഒക്കെ നോക്കിയാലും, നിങ്ങൾ ദൈവത്തിന്റെ വെളിച്ചം സ്വീകരിക്കുമ്പോൾ, വചനത്തിന്റെ വെളിച്ചം സ്വീകരിക്കുമ്പോൾ, ആ ഇരുട്ടിന്റെ ശക്തി എല്ലാം ക്ഷയിച്ചു പോകും. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് പിശാച് ഏതൊക്കെ തരത്തിൽ ആകുലങ്ങളും വിഷാദങ്ങളും വിതച്ചിട്ടുണ്ടോ, അതിനെയൊക്കെ ദൈവത്തിന്റെ വചനം അയച്ച്, വചനത്തിന്റെ വെളിച്ചമയച്ച്, അവിടെ എല്ലാം വലിയ സമാധാനവും, അവിടെയൊക്കെ വലിയ ശുദ്ധീകരണവും, വലിയ വിടുതലും തരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. 27-ാം സങ്കീർത്തനത്തിലെ ദൈവത്തിന്റെ ഭക്തന്റെ വലിയൊരു വിഷയമാണ്, എൻ്റെ കൂടെ നിൽക്കുവാൻ ആരുമില്ലെങ്കിലും എൻ്റെ കൂടെ യഹോവ ഉണ്ട്. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാൽ എൻ്റെ ഹൃദയം നിർഭയമായിരിക്കും. ദൈവത്തിൽ ബലപ്പെട്ടുകൊള്ളുക. ദൈവത്തിൽ അല്ലാതെ ബലപ്പെടുമ്പോൾ മനുഷ്യൻ കാല് വാരിയാലോ മറ്റുള്ളവർ ദുർവർത്തമാനം പറഞ്ഞാലോ നമ്മൾ നിരാശപ്പെടാൻ സാധ്യതയുണ്ട്. ദൈവത്തിൽ ബലപ്പെട്ടുകൊള്ളുക. ദൈവത്തിൽ ബലപ്പെടുന്നവന് ലോകത്തെ ഭയപ്പെടേണ്ട വരത്തില്ല. യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ ജീവനെ സൂക്ഷിക്കുന്നത് ദൈവമാണ്. ദാവീദിനോട് അബീഗയിൽ പറയുന്നൊരു കാര്യമുണ്ട്, യജമാനന്റെ പ്രാണനെ യഹോവയുടെ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. യഹോവയുടെ ജീവഭാണ്ഡത്തിലാണ് എൻ്റെ യജമാനന്റെ ജീവൻ ദൈവം സൂക്ഷിച്ചിരിക്കുന്നു, പ്രാണനെ സൂക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ പ്രാണൻ ദൈവത്തിന്റെ കയ്യിലിരിക്കുക. ദൈവത്തിന്റെ കയ്യിലാണ് നിങ്ങളുടെ ജീവൻ ഇരിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് ആർക്കും അപഹരിക്കാനോ ആർക്കും പിടിച്ചു വെക്കാനോ ആർക്കും നശിപ്പിക്കാനോ കഴിയുകയില്ല. ഹല്ലേലൂയ. അങ്ങനെ പറയണം. എനിക്കെതിരെ ശത്രു വന്നാലും, കടിച്ചു തീർന്നവൻ വന്നാലും, സൈന്യം വന്നാലും, എൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞെരുക്കാനുള്ള ശക്തികൾ ആരൊക്കെ എഴുന്നേറ്റാലും പേടിക്കണ്ട. യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? 42-ാം സങ്കീർത്തനത്തില് കോരഹപുത്രന്മാർ പറയാം, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാണ് എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. അല്ലെ, കാരണം നിന്റെ ദൈവം എവിടെയെന്ന് എൻ്റെ ശത്രുക്കൾ ഇടവിടാതെ ചോദിച്ച് എൻ്റെ അസ്ഥികളെ തകർക്കും വേണം ചോദിക്കുക. ഹല്ലേലൂയ. അടുത്തൊരു വിഷയമാണ്
എവിടെയാ നിന്റെ ദൈവം? ഇപ്പം നിന്റെ ദൈവം എവിടെ പോയി? നീ പ്രാർത്ഥിച്ച് നടന്നിട്ട്, നീ ഈ ദൈവത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നടന്നിട്ട് എന്ത് ദൈവം എന്തിയെ? നിന്റെ വിഷയം ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നില്ലേ? നിന്റെ ദൈവം എവിടെയെന്നാ ഇടപെടാതെ ശത്രുക്കൾ ചോദിച്ച് കളിയാക്കുക. ഞാൻ പറയാം സഹോദരങ്ങളെ, ദൈവം എവിടാന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ മറുപടി പറഞ്ഞില്ലേലും ദൈവം എവിടാന്ന് ദൈവം മറുപടി പറയും. ദൈവമല്ലേ, ജീവനുള്ളവരല്ലേ, നമ്മളുണ്ടാക്കിയ വിഗ്രഹമൊന്നും അല്ലല്ലോ, ആരെങ്കിലും പറഞ്ഞു തന്ന് നമ്മളെ പഠിപ്പിച്ചതും അല്ലല്ലോ. ഈ ദൈവം ഉണ്ടെന്നും ജീവനുള്ള ദൈവമാണെന്നും അനുഭവിച്ചല്ലേ. അപ്പൊ അതുകൊണ്ട് നിന്റെ ദൈവം എവിടെയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ വലിയ മറുപടിക്കൊന്നും പോകണ്ട. മറുപടി പറയാൻ പറ്റുമെങ്കിൽ എൻ്റെ ദൈവം സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. ഇത് നമുക്ക് പറയാം. പറഞ്ഞില്ലെങ്കിൽ പോലും ദൈവം എവിടെയെന്നും നിന്റെ ദൈവം ചലിക്കാത്ത പ്രവർത്തിക്കാത്ത ചോദിച്ചാലും ഒത്തിരി ഒന്നും നമ്മൾ നിരാശ അടിക്കണ്ട. അതിൻ്റെ മറുപടി ദൈവം പറഞ്ഞോളും. ദൈവം എവിടെയാണെന്നും അവരെന്ത് ചെയ്യുമെന്നും ഒക്കെ ദൈവം കാണിച്ചു കൊടുക്കും. ചില വിഷയങ്ങളുടെയൊക്കെ മറുപടി പറയത്തൊന്നുമില്ല, കണ്ടു മനസ്സിലാക്കിയാൽ മതി. ഹല്ലേലൂയ, കണ്ടു മനസ്സിലാക്കിയാൽ മതി. ആമേൻ. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുക, നിങ്ങളെ പരിഹസിക്കുന്ന ചില വിഷയങ്ങൾക്കുള്ള മറുപടി ആമേൻ ശത്രു കണ്ട് മനസ്സിലാക്കത്തക്ക രീതിയിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ വീട്ടിൽ ദൈവം ചെയ്യും, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നാളുകളായി മുടങ്ങിക്കിടക്കുന്ന ആ പണി, അത് കെട്ടുപണികൾ നടക്കാതിരിക്കുന്നു, മുടങ്ങിപ്പോയ വിവാഹം, ആമേൻ, അതിനെ നോക്കിക്കൊണ്ട് ആളുകൾ കുറ്റം പറയുക, അപവാദം പറയുക, അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നു. ആമേൻ. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ആളുകൾ അതിശയിക്കുമാർ ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ, ദൈവമായിട്ട് ഇടപെട്ടൊരു മറുപടി ദൈവം നിങ്ങളുടെ വിഷയത്തിൽ തരാൻ പോകുകയാണ്. നിങ്ങൾ പറയണ്ട, നിങ്ങൾ ചോദിച്ചവരോടൊന്നും വാക്കാൽ പറയണ്ട, ദൈവം അത് കാണിച്ചു കൊടുക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, കാണിച്ചു കൊടുക്കാൻ പോകുകയാണ്. ആമേൻ. നിങ്ങളുടെ തകർച്ചയും പരാജയം കാണാനിരുന്നവർ അവർ കാണാൻ പോവുകയാണ്. യേശു ക്രൂശീകരിക്കപ്പെട്ടു, അടക്കപ്പെട്ടു, എല്ലാവരും സന്തോഷിക്കുകയാണ് അവിടെയുള്ള ആളുകൾ. അതുവരെ ഇല്ലാതെ മഹാപുരോഹിതന്മാരെ 2-3 വർഷമായി ഇവനെ കൊണ്ട് ശല്യം ആയിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ജനങ്ങളൊക്കെ അവന്റെ പുറകെ പോകുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, അവൻ ദൈവാലയത്തിൽ വന്ന് ചാട്ടവാറ കൊണ്ട് അടിക്കുന്നു, എല്ലാം വലിയ അധികാരം നടത്തുന്നു. ഇവനങ്ങ് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ യേശുവിനെ പിടിച്ചു. യേശു പ്രതികരിക്കുന്നില്ല. യേശു ഒന്നും ചെയ്യാൻ നിസ്സഹായനെ പോലെ നിൽക്കുന്നു, ക്രൂശിച്ചു, ഒടുവിൽ കൊന്നു, കുഴിച്ചു മൂടി. എന്തൊരു ആനന്ദമായിരുന്നു. 2 ദിവസത്തേക്ക് ദൈവം അനുവദിക്കും കേട്ടോ, അങ്ങനെ ആനന്ദിക്കാനൊക്കെ, കുറെ കാര്യങ്ങൾ പറഞ്ഞു വരുത്താനൊക്കെ അനുവദിക്കും. പക്ഷെ അടുത്ത ദിവസമായപ്പോൾ അതിലും ഭയങ്കരമായ ഒരു എക്സ്പ്ലോഷൻ സംഭവിച്ചിരിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവനിതാ ലോകത്തിൽ ആളുകൾക്ക് പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു. അത് തന്നെയല്ല, ആളുകൾ യേശു മരിച്ചു കഴിഞ്ഞിട്ടും ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടും യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നു ശിഷ്യന്മാരിലൂടെ. അപ്പം പിന്നെ ഒരു രക്ഷയില്ല. ഇതിപ്പോൾ ഒരാളെ ഉണ്ടെങ്കിൽ അവനെ തീർത്തു, സ്വർഗത്തിലേക്ക് പോയെന്ന് പറയാം. ആണ്ടിപ്പം കൂടെ നിന്നവന്മാരെല്ലാം കൂടെ ഭയങ്കരമായി ആ പേര് പറയുമ്പോൾ പയ്യ ഹീലിംഗ് നടക്കുന്നു. അപ്പൊ അവൻ ഇവിടെ ഉണ്ട്, അവന്റെ പ്രവൃത്തി അവൻ ജീവിക്കുന്നുണ്ട്, തടുക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ ദൈവം ചില കാര്യത്തിനൊക്കെ മറുപടി കാണിച്ചു കൊടുക്കും കേട്ടോ, കാണിച്ചു കൊടുക്കും. നമ്മൾ വിശദീകരിക്കുന്നത് ചെയ്യണ്ട. നിങ്ങളുടെ ദൈവം എവിടെയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ദൈവം തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, സമയമാകുമ്പോൾ അവൻ വെളിപ്പെടും. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് വിഷമിക്കണ്ട, തളരണ്ട, മറുപടി തരുന്നൊരു ദൈവമുണ്ട്. ആമേൻ. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. യഹോവ എൻ്റെ ജീവന്റെ ബലം. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അത് യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ദൈവം എഴുന്നേൽക്കും, ശത്രുക്കൾ ചിതറിപ്പോകും. ദൈവത്തിന്റെ അത്ഭുതകാരം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ, നിങ്ങളെ വേദനിപ്പിച്ച പരിഹസിച്ച വിഷയങ്ങളുടെ മേലൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവമായിട്ട് വെളിപ്പെടുത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ അവിശ്വാസമൊക്കെ മാറിയിട്ട്, സംശയം മാറി, ദൈവം ഇടപെടട്ടെ. ദൈവം ഇടപെട്ടോളൂല്ലോ. ദൈവം പ്രവർത്തിക്കും. എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. എനിക്ക് വേണ്ടി ദൈവം സംസാരിക്കും. എനിക്ക് വേണ്ടി ദൈവം നീതിയോടെ പ്രവർത്തിച്ചു കാണിക്കും. പ്രിയ കർത്താവേ, ഇന്ന് ഞങ്ങൾ ആ വചനം വിശ്വസിക്കുക, യഹോവയെ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അത് ഞങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. സംശയിച്ച് നിരാശപ്പെട്ട് കർത്താവെ ചഞ്ചലപ്പെട്ടു പോകാതെ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയാണ്, ആശ്രയിക്കുകയാണ്. ഞങ്ങളുടെ ഹൃദയം കർത്താവിൽ ഉറയ്ക്കട്ടെ. ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിന്റെ മക്കളുടെ വിഷയങ്ങളിൽ, ഏതൊക്കെ വിഷയങ്ങളിൽ കർത്താവെ വേദനയുണ്ട്, നുറങ്ങിയിരിക്കുന്നു, അപമാനിക്കപ്പെട്ടിരിക്കുന്നു, ആ വിഷയത്തിലെല്ലാം ദൈവികമായ ഒരു മറുപടി ദൈവം കാണിച്ചു കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. അത് സംഭവിക്കട്ടെ. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അരുളിച്ചതുപോലെ സംഭവിക്കും.
നിങ്ങൾ വിശ്വസിക്കുക. ഈ സന്ദേശം നിങ്ങൾ കുറച്ചു പേർക്കുള്ള ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.